എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാം. നമ്മുടെ നാഗമ്പടം ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള നാഗമ്പടം സ്റ്റാൻഡിലാണ്, അല്ല നാഗമ്പടം ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇച്ചിരി തെറ്റിപ്പോയി കേട്ടോ. അപ്പം ഇവിടെ ജംബോ സർക്കസ് വന്നിട്ട് ഏകദേശം 1 മാസത്തോളമായി. അപ്പം നമുക്ക് ഇന്നാണ് ഇവിടോട്ട് വരാനായിട്ടൊരു ടൈം കിട്ടിയത്. ഈ വരുന്ന 13-ാം തീയതി വരെ, 13-14-ാം തീയതി വരെ ഇവിടെ ജംബോ സർക്കസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. അപ്പം നമുക്കിവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ മുതൽ തുടങ്ങി 300 രൂപ വരെയാണ്. 100, 150, 200, 300 എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗൂഗിൾ പേയും അവൈലബിൾ ആണ്. ഇവിടെ കണ്ടോ, ഒരുപാട് റോബോട്ടിക്സ് ആനിമൽസിനെ വെച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്? എന്ത് വർണ്ണ മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ടോ. എന്തായാലും സെറ്റാണ്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ജംബോ സർക്കസ് കാണാനായിട്ട് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. ഇതിനകത്തോട്ട് കയറിയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറി കാണാം. ഇത്ര വലിയ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ കൂടാരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലേശം ചൂട് അനുഭവപ്പെടത്തില്ല. സംഭവം പൊളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് സർക്കസ് എന്നൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ സർക്കസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഇവർ നൽകുന്ന അല്ലെങ്കിൽ ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്കിവിടെ പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സർക്കസ് കണ്ടുവരാം. സംഭവം പൊളിച്ചല്ലേ, കിടക്കാച്ചി. ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളന്നേ ഐറ്റംസ്. ഇനി ഡോഗിനെ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ഒരു ഡോഗ് ഷോ പോലെ. ആ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എങ്ങനെയാണെന്നൊന്ന് വിവരിക്കുകയും കൂടെ ചെയ്യാം. ഇത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായയാണ്. അപ്പോൾ ഇവനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിൽ നിന്ന് അവരൊരു നമ്പർ അവിടെ നമ്മൾ പറയും, അത് അവരവിടെ എഴുതും. അപ്പോൾ ഇവന് അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നമ്മളെ കാണിക്കും. അതാണ് ഈ ഷോ. അപ്പോൾ നമുക്ക് നോക്കാം ഇവനെ അത് കണ്ടുപിടിക്കുമോ എന്ന്. കറക്റ്റായിട്ട് തന്നെ അവനത് എടുത്ത് കേട്ടോ. എന്ത് വലിയ കൂടാരമാണെന്നൊന്ന് കണ്ടു നോക്കിക്കുക. പഴയ സെറ്റപ്പിൽ അല്ല ഇപ്പോഴും ഇത് നിലനിർത്തി പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം പൊളിയാണ്. ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചേച്ചി കയറെ കയറി എന്നിട്ട് ആ ഗ്ലാസ് ചേച്ചി ഗ്ലാസ്സിലെ കപ്പ് സോസറും കാലുപയോഗിച്ച് തലയുടെ മണ്ടയ്ക്കത്തേക്കിന് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുവന്നാലോ എങ്ങനെ ഉണ്ടെന്ന്. ചേച്ചി അടിപൊളിയായിട്ട് അത് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടുവരാം.
ചേച്ചി പൊളിച്ചല്ലേ, എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് അല്ലേ, ഒരു ബിഗ് സല്യൂട്ട്. ഇനി ചങ്കിടിപ്പിക്കുന്ന പെർഫോമൻസുമായി വരുന്ന ഈ ചേട്ടനാണ്. എൻ്റെ മോനെ എന്നെ പെർഫോമൻസ് ആണെന്ന് കണ്ടു നോക്ക്. സംഭവം ഈ വീഡിയോ കുറേ ലെങ്തി ആകുന്നുണ്ട്, പക്ഷേ പോർഷൻസ് ഒന്നും കട്ട് ചെയ്യാതെ എത്രയൊന്നും കണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുക. അതുകൊണ്ട് അധികം കട്ട് ചെയ്യാതെ ഏകദേശം 2 മണിക്കൂർ 2.25 മണിക്കൂറുള്ള ഷോയാണ് ഈ 30 മിനിറ്റ് ചുരുക്കി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക. സംഭവം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം തന്നെയാണ് എല്ലാം തന്നെ ഇതിനകത്ത്. അപ്പം കാണുക. ചേട്ടൻ കാണിക്കുന്നുണ്ടോ? ചേട്ടൻ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് വരെ പേടിയാകും അല്ലേ? ശരിയാണ്, നമുക്ക് വരെ പേടിയാകും. അമ്മാതിരി കാണീരാണ് കാണിക്കുന്നത് അല്ലേ? ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയുന്നൊരു ഇത് നമുക്ക് ഓർമ്മ വരുമല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ ഇതാണ് ഇവർ. അപ്പം സർക്കസ് എന്ന് പറയുന്നത് അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതല്ലേ. അപ്പം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവർ ചെയ്തത് മൊത്തം. കണ്ടോ, ആ റിങ്ങിനകത്തൂടെ ശരീരം മുഴുവൻ ഇട്ടിട്ട് ഇപ്പുറത്തെ കാലേ കൂടെ അത് ഇറക്കുവാണ്. അത് ആ റോളൊക്കെ താഴെ ഇരുമ്പുണ്ട്. കണ്ടോ, ഇത് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല പ്രാക്ടീസ് വേണം അല്ലേ? ഇതുകൊണ്ട് നീളം കൂടിയ 2 മനുഷ്യർ നിന്ന് ഡാൻസ് കളിക്കുന്നു, അവിടെ ബഫൂൺസൊക്കെ നിൽപ്പുണ്ട് അല്ലേ? നല്ല രസമില്ലേ ഇതൊക്കെ വന്ന് കാണാം. നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് ചെന്ന് കാണാൻ പറ്റിയ ഒരു ഇവൻ്റ് കൂടെയാണിത്, ഈ സർക്കസ് കൂടെയാണിത്. സർക്കസാണിത്. നമ്മുടെ കോട്ടയത്താണ്, നാഗമഠം ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണിത്. അപ്പോൾ എല്ലാവരും പോയി ഫാമിലി ഒത്ത് സുഹൃത്തുക്കളൊത്ത് കാണുക. 100 രൂപ മുതലാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. ഒന്നുകൂടെ പറയുകയാണ്, ഈ വരുന്ന 13, 14 തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ സർക്കസ്. 13, 14 എന്നല്ല, 13 തീയതി വരെ ഉള്ളൂ. 13/3/2024 വരെയുള്ളൂ അന്ന് സർക്കസ് സമാപിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് പോയി കാണുക. ഇനിയും കുറച്ച് ഡോഗിൻ്റെ ഷോ ഒക്കെയാണ്, അത് നമുക്കൊന്ന് കണ്ടുവരാം. ഈ ചേട്ടനൊക്കെ സമ്മതിക്കണം അല്ലേ? കൂടുതലും നോർത്ത് ഇന്ത്യക്കാരാണ് ഇവിടെ ഈ ഗെയിംസൊക്കെ കാണിക്കുന്നതും എടുക്കുന്നതും അല്ല, ഈ അഭ്യാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നതും എല്ലാം. കാരണം അവർ ഹിന്ദി സംസാരിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും സംഭവം പൊളിയാണല്ലേ? ഇവർക്ക് ഈ അന്യായ ഒരു കഴിവ് മെയ്വഴക്കം തന്നെയാണല്ലേ? ഇനി അടുത്തായ 3 ചേച്ചിമാരുടെ സൈക്കിൾ യജ്ഞമാണ്. അതായത് സൈക്കിൾ സർക്കസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു വന്നാലേ എങ്ങനെ ഉണ്ടെന്ന്, പൊളിയാണോ അല്ലയോ, എങ്ങനെ അഭ്യാസം എന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു വന്നാലോ?
നേരെ ചൊവ്വേ നമുക്ക് വണ്ടി പോലും ഓടിക്കാൻ അറിയത്തില്ല ആ ചേച്ചി അല്ലേ. അപ്പോൾ ഈ ചേച്ചിമാർ കാണിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടില്ലേ? അത്ഭുതപ്പെട്ടെങ്കിൽ തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സൈക്കിൾ യജ്ഞം? അടിപൊളിയല്ലായിരുന്നോ? അതെ, അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് കുഞ്ഞു കലാകാരന്മാരുടെ സൈക്കിൾ യജ്ഞ പ്രകടനമാണ്. അപ്പോൾ അതും ഒന്ന് കണ്ടുവരാം. ഈ ചേച്ചിയെ കണ്ടോ? പോളി പരിപാടിയാണ്, സംഭവം കിടുക്കി. ഒന്ന് കണ്ടു വന്നാലോ? എങ്ങനെയുണ്ട്? റിങ്ങൊക്കെ ദേഹത്തോടെ ഇട്ടിട്ട് ഉള്ള പ്രകടനമാണിത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുവരാം എങ്ങനെ ഉണ്ടാകുമെന്ന്. ചേച്ചി തെറ്റിക്കോ ഇല്ലയോ എന്നും കൂടെ നമുക്ക് നോക്കാമല്ലോ, അതോ തെറ്റിച്ചോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് നോക്കാമല്ലോ. എങ്ങനെയായാലും നമുക്കൊന്ന് നോക്കി വരാം. ചേച്ചി പൊളിച്ചല്ലേ? എനിക്കറിയാം ചേച്ചി പൊളിക്കുന്നു, സംഭവം പൊളി. ഇനി അടുത്തത് ഈ സംഭവം സെറ്റ് ചെയ്തിട്ട് എന്താണെന്നൊക്കെ അവരവിടെ പേരൊക്കെ പറഞ്ഞത് കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. ഇതിങ്ങനെ കറങ്ങും, അതിനകത്തോടെ ഒരു അഭ്യാസി അതിനകത്തോടെ പ്രകടനം നടത്തും. സംഭവം പൊളിയാണ്. ഇതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. നമുക്കൊന്ന് കണ്ടുവരാം കേട്ടോ.
സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ വരെ ഒന്ന് പേടിച്ചില്ലേ, പുള്ളി താഴെ വീഴുവോ എടുക്കുമോ എന്നൊക്കെ. അതുപോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ വരെ പേടിച്ചു പോയി. സംഭവം എന്തായാലും പുള്ളി അടിപൊളിയായിട്ട് അത് അവതരിപ്പിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു പ്രോഗ്രാം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മരണക്കിണർ അഭ്യാസമാണ്. അത് ഇച്ചിരി നേരത്തേക്കിനേ ഉള്ളൂ. സംഭവം കൊള്ളായിരുന്നു എന്തായാലും. ഇനി അടുത്തത് സാരി ഉപയോഗിച്ചുകൊണ്ടുള്ള, അതായത് സാരി ഉപയോഗിച്ച് അങ്ങനെ സാരി എന്തോ അങ്ങനെ കണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ കിടന്നുള്ള പ്രകടനമൊക്കെയാണ്. അതും ഒന്ന് കണ്ടുവരാം. ഇതും അടിപൊളിയായിട്ട് അവർ അവതരിപ്പിച്ചു കേട്ടോ. എല്ലാ സംഭവങ്ങളും ജീവൻ കൈ പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ നമ്മളിലേക്ക് അവതരിപ്പിക്കണമെന്ന് എനിക്കൊരു കൺഫ്യൂഷനായിപ്പോയി. അതുപോലാണ് ഇവരുടെ പ്രകടനങ്ങളും. അപ്പോൾ അതെങ്ങനെ രീതിയിൽ പറയണം എന്ന് പോലും എനിക്ക് ചിന്തിക്കേണ്ടതായിട്ട് വന്നു. ഇവർ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളെ ഒന്നും നമ്മുടെ വാക്കുകളാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അതിനും മേളിലാണ് ഇവരുടെ അഭ്യാസങ്ങൾ. അത് നമുക്ക് കണ്ടപ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും നേരിൽ പോയിട്ട് ഇതൊന്ന് കാണണം കേട്ടോ. ഇത് കാണാൻ മറക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു തവണയെങ്കിലും നമ്മൾ സർക്കസ് കണ്ടിരിക്കേണ്ടത് നല്ലതാണ്. അത് കാണണം, എന്നാലേ അതിൻ്റെ ആ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വീഡിയോയിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫീല് നമുക്ക് ലഭിക്കത്തില്ല. അത് നേരിട്ട് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ് സർക്കസ്. ഒരു കയറ് കൊണ്ടുള്ള അഭ്യാസമാണ് ഈ കാണുന്നത്. സംഭവം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടുവാ. ഇത് അവസാനം വരെ ഇതൊന്ന് കാണും കേട്ടോ. സംഭവം എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് ഈ ചേച്ചി കാണിക്കാൻ പറ്റുന്നൊരു സർക്കസ് എന്താണെന്നറിയാം.
ചേച്ചി ഇവിടെ കിടക്കും. എന്നിട്ട് ആ സ്റ്റാൻഡ് ചേച്ചിയുടെ കാലിൽ വെക്കും. എന്നിട്ട് ഒരു ബോളുണ്ട്, അത് ആ ഓരോ സ്റ്റാൻഡിൻ്റെ ഓരോ ഇത് കാണുന്നില്ല നിങ്ങൾ, അതേ തട്ടി 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 മേളിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാമല്ലോ. ചേച്ചി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കുമോ നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമില്ലായിരുന്നോ? അത് നല്ല രസമുണ്ടായിരുന്നു. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയാലോ. രണ്ട് കലാകാരന്മാരും കൂടെ അടിച്ച് പൊളിച്ച് അല്ലേ. ഇമാതിരി ഐറ്റം നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. നേരി കാണാൻ വാ നമ്മുടെ കോട്ടയത്ത് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ഗ്രൗണ്ടിൽ. ഈ ഷോയിലെ ഇവരുടെ അവസാനത്തെ ഐറ്റമാണ് ഇത്. അതിനു വേണ്ടിയിട്ട് അവർ അവരുടെ സ്റ്റേജുകൾ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം ഒന്ന് കാണേണ്ട ലെവൽ സാധനം തന്നെയാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ ജോക്കർ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാണാത്തവരായിട്ട് ആരും ഇല്ലായിരിക്കും അല്ലേ? അതിനകത്ത് ഇങ്ങനൊരു സർക്കസ് കൂടാരത്തിൻ്റെ ഒരു തീമിലാണ് ആ മൂവി പോകുന്നത്. അപ്പോൾ അതിനകത്തെ ലാസ്റ്റ് നടക്കുന്നൊരു സീനുമായി ബന്ധപ്പെട്ടാണ് ഇനിയുള്ള ഐറ്റം ഇവരുടെ വരുന്നത്. അപ്പോൾ അവരതിനുള്ള എല്ലാം സ്റ്റേജ് എല്ലാം അവരുടെ അവർ കളിക്കുന്ന ആ തട്ടെല്ലാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നും ഇതെന്താണെന്നും ഒന്ന് കണ്ടുവരാം അല്ലേ? വാ കാണാം.
എങ്ങനെയുണ്ടായിരുന്നു ഇത്? ഒട്ടും ബോറടിച്ച് കാണത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മാതിരി ഐറ്റംസാണ് ഇവർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് സർക്കസ് അല്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കാണണം. ഈ മാർച്ച് 13 വരെ മാത്രമേ ഉള്ളൂ കോട്ടയത്ത് ഈ സർക്കസ്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും